95 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 27 സീറ്റിൽ ലീഗും ജോസഫ് വിഭാഗം 8 സീറ്റിലും മത്സരിക്കും. പയ്യന്നൂരിൽ CPM വിമതൻ വി കുഞ്ഞികൃഷ്ണനെ RSP പിന്തുണയ്ക്കും. തിരുവനന്തപുരം സീറ്റ് CMPക്ക് നൽകി. PV അൻവർ ബേപ്പൂരിൽ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിലും പ്രതിഷേധം. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി. അതൃപ്തി തുറന്നു പറഞ്ഞ് വനിതാ ലീഗും. ഫാത്തിമ തെഹ്ലിയെ വനിതാ ലീഗല്ലെന്ന് നൂർബിന റഷീദ്. സീറ്റ് നിഷേധിക്കപ്പെട്ട അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ലീഗ് വിടാൻ സാധ്യത. താനൂരിൽ രണ്ടത്താണിയെ മത്സരിപ്പിക്കാൻ ഇടത് നീക്കം. തിരൂരിൽ പ്രചരണം ഇതുവരെയും തുടങ്ങാത്ത മന്ത്രി വി അബ്ദുറഹ്മാൻ. കൂത്തുപറമ്പിൽ KP മോഹൻ ഇല്ല. പകരം PK പ്രവീൺ സ്ഥാനാർത്ഥി. കോവളത്ത് ഭഗത് റൂഫസ് ഇടത് സ്വതന്ത്രനാകും. തിരുവനന്തപുരത്ത് ആശയക്കുഴപ്പം തുടരുന്നു. ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ജനാധിപത്യ കേരള കോൺഗ്രസിന് നിർദ്ദേശം. വിമത ഭീഷണി മറികടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച് CPM. വിമതർക്ക് മറുപടി നൽകാൻ നേതാക്കൾ നേരിട്ടിറങ്ങും. ധർമ്മടം LDF കൺവെൻഷൻ ഇന്ന് നടക്കും. പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും കൺവെൻഷനിൽ. തളിപ്പറമ്പ് മണ്ഡലം കൺവെൻഷനിൽ MV ജയരാജനും പങ്കെടുക്കും. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJPയിലും കലഹം. കുമ്മനം രാജശേഖരനെയും MD രമേശിനെയും ഒഴിവാക്കിയതിൽ RSSന് അതൃപ്തി. ചെങ്ങന്നൂർ ഉറപ്പിച്ചിരുന്ന സന്ദീപ് വചസ്പതിയെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക പ്രതിഷേധം. തൃപ്പൂണിത്തറ 2020 വിട്ടുകൊടുത്തതിലും അമർഷം. മൈനറായ മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു എന്നാരോപിച്ച് മൊണാലിസയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ DSPക്ക് പരാതി നൽകി. മകളെ ലവ് ജിഹാദിന്റെ കെണിയിൽ പെടുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപണം.